പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമായ ഒരു മാസമാണ് ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എന്താണെന്നറിയാവോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, വിശുദ്ധമായിരിക്കുന്ന ശഅബാനിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, വിശുദ്ധമായ റമളാനിനെ അതിന്റെ നിയമമനുസരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് റമളാനിൽ എത്തിക്കണമേ തമ്പുരാനെ എന്ന് മഹാനായ റസൂലുള്ളാഹി ദുആ ചെയ്തത് ഹദീസിന്റെ കിതാബിൽ നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റജബ് മാസം കഴിഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, റജബ് എന്ന് പറയുന്നത് ശഹ്റുല്ലാഹി റജബ്. റജബ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാസമാണ്. ശഅബാൻ എന്ന് പറയുന്നത് എന്റെ മാസമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റമളാൻ എന്ന് പറയുന്നത് എന്റെ സമൂഹത്തിന്റെ മാസമാണ്, എന്റെ ഉമ്മത്തികളുടെ മാസമാണ് വിശുദ്ധമായിരിക്കുന്ന റമളാൻ എന്ന് പറയുന്നത്. അപ്പൊ റജബ് മാസം എന്ന് പറയുന്ന വിശുദ്ധമായിരിക്കുന്ന മാസം നമ്മിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ആ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നേതാവായ, നമ്മുടെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരുപാട് മുഅ്ജിസത്തുകൾ കൊടുത്ത കൂട്ടത്തിലെ പ്രധാനപ്പെട്ട മുഅ്ജിസത്താണല്ലോ പരിശുദ്ധമായിരിക്കുന്ന അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ രാപ്രയാണം, റസൂലുള്ളാഹിന്റെ ആകാശാരോഹണം, അതുപോലെ തന്നെ ആദ്യാദ്യം അല്ലാഹു നമുക്ക് രക്ഷയായി നൽകിയ പരിശുദ്ധമായിരിക്കുന്ന നിസ്കാരം ഒക്കെ നമുക്ക് ഫർളാക്കിയത് വിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിലാണ്. മാത്രമല്ല, റജബ് മാസം പരിശുദ്ധമായ മാസമാണ്. തർജീബ് എന്നാണ് റജബിന്റെ റജബ് എന്ന് പറഞ്ഞ പദം തർജീബ് എന്ന ധാതുവിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ്. തഅളീം വന്ദിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസം എന്ന് പറയുന്ന ആ വിശുദ്ധമായിരിക്കുന്ന തർജീബ് അഥവാ തഅലീം മാത്രമല്ല, അസബ് എന്നൊരു പേരും കൂടെ റജബ് മാസത്തിനുണ്ട്. അസം എന്ന പേരും കൂടെ പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിനുണ്ട്. അസബ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ഇപ്പോഴും നമുക്കിത് കാണാൻ കഴിയും. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലും അതുപോലത്തെ റസൂലുള്ളാഹിന്റെ മുൻപുമൊക്കെ അസബായി കൊണ്ട് ഒരുപാട് ഖൈറുകൾ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അസബ് എന്ന് പറയുന്നത്. ഈ റജബിനെ അതിനെ അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ അസം എന്ന് പറയുന്നത് അഥവാ മോശപ്പെട്ട ശബ്ദങ്ങൾ, യുദ്ധങ്ങൾ, പരസ്പരം ശബ്ദ കൂടലൊന്നും റജബ് മാസത്തിൽ ഒരിക്കലും തന്നെ അവർ തുടരാറില്ല. അങ്ങനെ ആ റജബ് മാസത്തിന്, അതും മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം, 4 മാസം യുദ്ധം ഹറാമായ മാസമാണ്. അതിൽപ്പെട്ടൊരു മാസമാണ് റജബ്. മറ്റൊന്ന് ദുൽഖഅദാണ്, മറ്റൊന്ന് ദിൽഹിജ്ജയാണ്, മറ്റൊന്ന് മുഹറം മാസമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിനുണ്ട്. അല്ലാഹു റജബ് മാസത്തിൽ അനുഗ്രഹം കിട്ടിയ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്ന ഈ മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമളാൻ മാസം കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്ന മാസമാണ്. തങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ ഉപയോഗപ്പെടുത്തിയ മാസമാണ് ശഅബാൻ മാസം എന്ന് ഹദീസിന്റെ കിതാബിലുണ്ട്. അപ്പൊ അങ്ങനത്തെ വിശുദ്ധമായിരിക്കുന്ന മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 പ്രത്യേകതകളുണ്ട്. ഒരുപാട് പ്രത്യേകതകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയിൽപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്കറിയുമോ കൂട്ടുകാരെ, നമുക്കെല്ലാവരും എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട, എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട, നിയ്യത്ത് പോലും ആവശ്യമില്ലാത്ത ഒരു ഇബാദത്താണ് നമ്മുടെ നേതാവായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് കൂട്ടുകാരെ, നാം എല്ലാവരും റസൂലുള്ളാഹിന്റെ മേലും ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. നിയ്യത്ത് ആവശ്യമില്ലാത്ത അമലാണ്, നിയ്യത്ത് ആവശ്യമില്ലാത്ത ഇബാദത്താണ് പരിശുദ്ധമായിരിക്കുന്ന സ്വലാത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലാഹ വ മലായികതഹു
يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഓ മുഅ്മിനീങ്ങളെ, തീർച്ചയായിട്ടും അല്ലാഹുവും അവന്റെ മലായികത്തുകളും യുസല്ലൂന, അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അലൻ നബി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. അതുകൊണ്ട് തന്നെ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അപ്പൊ അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന, അവന്റെ മലായികത്തുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന, ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് മുഅ്മിനീങ്ങളെ നിങ്ങൾ ചൊല്ലണം. അത് നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണെന്നുള്ള വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ നിസ്കരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞില്ല. ഞാൻ നോമ്പെടുക്കുന്നു, നിങ്ങൾ നോമ്പെടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞില്ല. ഞാൻ ഹജ്ജ് ചെയ്യുന്നു, നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഇബാദത്തുകളും ഒരുപാട് അമലുകളും നമുക്ക് അറിയുന്നതല്ലേ. അങ്ങനത്തെ അമലുകളൊന്നും അല്ലാഹു ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നുള്ള പ്രോത്സാഹനം അല്ലാഹു നൽകാതെ നിങ്ങൾ നോക്കും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മേലിൽ ചെല്ലാവുന്ന സ്വലാത്ത് അത് ഞാൻ ചെയ്തിരുന്ന പ്രവർത്തനമാണ്, അതിന്റെ മലക്കുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. നമുക്കറിയാമല്ലോ, ലക്ഷക്കണക്കിന് അമ്പിയാക്കളുടെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മലായികത്തുകൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. അല്ലാഹുവിന്റെ ജുനൂദുകളായ, അല്ലാഹുവിന്റെ സൈന്യങ്ങളായ പരിശുദ്ധരായ മലക്കുകളുടെ എണ്ണം അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പൊ കോടാനുകോടി മലായികത്തുകൾ ദിനം പ്രതി നമ്മുടെ നേതാവായ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? നിങ്ങൾക്കറിയില്ലേ, അന സയ്യിദു വുൽദി ആദം ഫീ യൗമിൽ ഖിയാമ ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനാണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പരിശുദ്ധമായിരിക്കുന്ന മിഅ്റാജിന്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജിബ്രീൽ ഒന്നിച്ചുകൊണ്ട് റസൂലുള്ളാഹി പരിശുദ്ധമായിരിക്കുന്ന മസ്ജിദുൽ അഖ്സയിലെത്തി. ആ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള ലക്ഷക്കണക്കിന് മലായികത്തുകൾ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ ഇങ്ങനെ സമ്മേളിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹിനെ മർഹബ പാടിക്കൊണ്ട് സ്വാഗതം ചെയ്യാൻ വേണ്ടി ആ മസ്ജിദുൽ അഖ്സയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ജിബ്രീൽ ഒന്നിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി മസ്ജിദുൽ അഖ്സയിൽ അങ്ങ് പ്രവേശിച്ചു. എല്ലാ അമ്പിയാക്കളും ഇമാമായി, എല്ലാ അമ്പിയാക്കളും സഫായി നിൽക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അങ്ങോട്ട് കയറി ചെന്നു. എല്ലാവരും ഇങ്ങനെ സഫായി നിൽക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് ഇമാമത്ത് നിൽക്കാൻ അവരാവശ്യപ്പെട്ടു. റസൂലുള്ളാഹി ഉപ്പാപ്പയായ ആദിം നബിയോട് ഇമാമായി നിസ്കരിക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നൂഹ് നബിയോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അമ്പിയാക്കളോട് പറഞ്ഞു. ആരും നിന്നില്ല. എല്ലാവരും റസൂലുള്ളാഹിനെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കാൻ വേണ്ടി പറയുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളാണ് നബിയെ ഇമാമത്തിൽ ഇരിക്കേണ്ടത്. കാരണം നിങ്ങൾ സയ്യിദുൽ അംബിയാ ആണ്. നിങ്ങൾ സയ്യിദുൽ അംബിയാ ആണ് നബിയെ. നിങ്ങൾ അംബിയാക്കളുടെ നേതാവാണ്. നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത. ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം അലൈഹിസ്സലാം അവിടെയുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട് അവിടെ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഉണ്ട് അവിടെ. നമുക്കറിയാമല്ലോ, 1,24,000 പരം അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ 313 മുർസലുകളാണുള്ളത്. ആ 313 മുർസലുകളിൽ 5 ഉലുൽ അസ്മുകളുണ്ട്. അർപ്പണബോധമുള്ളവർ, ദൃഢമായി പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ വളർന്ന ബഹുമാനപ്പെട്ട അമ്പിയാക്കളാണല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള എല്ലാ പ്രവാചകന്മാരും അവിടെ ഉണ്ടായിട്ടും ഹബീബായ റസൂലുള്ളാഹിനെ ഇമാമത്ത് നിർത്തിക്കൊണ്ടാണ് അവിടുന്ന് എല്ലാ അമ്പിയാക്കളും നിസ്കരിച്ചത്. ആ അമ്പിയാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ പറഞ്ഞു, നബിയേ, നിങ്ങൾ സയ്യിദുൽ അംബിയാ ആണ്. നിങ്ങൾ സയ്യിദുൽ അംബിയാ ആണ് നബിയേ. നിങ്ങളാണ് ഇമാമത്ത് നിൽക്കേണ്ടത് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ടെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, മുഹമ്മദുൻ സയ്യിദുൽ കൗലൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ റുബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദാഹിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി. നബിയെ, നിങ്ങളിൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ സയ്യിദുൽ കൗനൈനി, രണ്ട് ലോകത്തെയും നേതാവാണ് മഹാനായ റസൂലുള്ളാഹി. വസ്സഖലൈനി, ജിന്നിന്റെയും ഇൻസിന്റെയും നേതാവാണ്. അതുപോലെ തന്നെ അറബികളെന്നല്ല, അജ്മികളെന്നല്ല, മുഴുവൻ ആളുകളുടെയും നേതാവാണ് മഹാനായ റസൂലുള്ളാഹി എന്ന് ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്. അതിന്റെ കാരണമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ വിശാലമായി പറയേണ്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ്.